ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ചെമ്പരത്തിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെമ്പരത്തിയുടെ സെയിൽ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ചെമ്പരത്തി ചെടികൾ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ പെറ്റലായിട്ട് വരുന്ന ചെമ്പരത്തികളെല്ലാം 80 രൂപ റേറ്റിലും, ഇതേപോലെ ഡബിൾ പെറ്റലിൽ വരുന്ന ചെടികളെല്ലാം നമ്മൾ 130 രൂപയിലുമാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന വെറൈറ്റീസ് ചെമ്പരത്തി ചെടികൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു കളക്ഷനാണ്. നമ്മൾ ആദ്യം കണ്ട ചെമ്പരത്തി കേട്ടോ. ഇത് നമുക്ക് ആകെ 2 പ്ലാന്റ്സാണ് കേട്ടോ കയ്യിലുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മഞ്ഞയാണ്, മഞ്ഞയിൽ ഡബിൾ പെറ്റൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചെമ്പരത്തി ചെടിക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ചെമ്പരത്തികളിൽ മൊട്ട് മാത്രമാണുള്ളത്. അപ്പോൾ ആ മൊട്ടൊക്കെ വിരിഞ്ഞ് വന്നാൽ മാത്രമാണ് നമുക്ക് ചെടികൾ ഏതാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അത്തരം നമ്മൾ നല്ല കസ്റ്റമേഴ്സിന് നമ്മൾ പൂ വിരിയുന്നതനുസരിച്ചിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്ത് ചെടികൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും കേട്ടോ. കാരണം കൊറിയർ ചാർജാണ് നമ്മുടെ എല്ലാവരെയും ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ 80 രൂപ 90 രൂപയൊക്കെ കൊറിയർ ചാർജിന് ഒരു ചെടി മേടിക്കുമ്പോൾ പിന്നെ ചെടിയുടെ കാശും കൂടി നമ്മൾ മുടക്കണം. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെല്ലാം നല്ല രീതിയിൽ പൂവുണ്ടായി നിൽക്കട്ടെ. കാര്യമായി യാതൊരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ഞാനിത് ചെടി ഇവിടെ വെറുതെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ആവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാറില്ല. അപ്പോൾ താനേ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ യാതൊരു പോട്ടിംഗ് മിക്സും ഇല്ല, വെറുതെ മണ്ണിലാണ്. നിങ്ങൾക്ക് ചെടിയുടെ കടയ്ക്ക് നോക്കിയാൽ ചിലപ്പോൾ വല്ല പച്ചക്കറിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ 2 മുട്ടയുടെ തൊണ്ടോ അങ്ങനെയൊക്കെ കാണാനേ പറ്റുള്ളൂ. പിന്നെയെന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്താണ്. ഒരുപാട് വെയിലൊന്നും നമുക്കിവിടെ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലാണ് നമ്മുടെ ഈ ചെടി ഇതുപോലെയൊക്കെ പൂവുണ്ടായി നിൽക്കുന്നത്. എന്ത് ഭംഗിയാലേ കാണാൻ. നല്ല മഞ്ഞ കളറിനുള്ളിൽ റെഡ് കളറായിട്ട് വരുന്നത്. ഇത് നല്ല പിങ്കാണേ. നമ്മുടെ ചെടികളുടെ കുറച്ച് പൂക്കളുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഞാനിവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഏത് ചെടിയാണെന്ന് കൂടി നിങ്ങളൊന്ന് എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.